രാജ്യത്തെ സുസംഘടിതമായ കശുവണ്ടി മേഖല പ്രവർത്തിക്കുന്നത് കേരളത്തിലാണെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. വ്യവസായത്തിന്റെ പുനരുജ്ജീവന പാക്കേജ് 2 വർഷമായി നടപ്പാക്കുന്നുണ്ട്. ഭക്ഷ്യനിർമ്മാണ അനുബന്ധ മേഖലകളിൽ സ്ത്രീകൾക്ക് ജോലി ഉറപ്പാക്കാൻ 10 കോടി രൂപ ബജറ്റിൽ മാറ്റിവെച്ചതായും മന്ത്രി പറഞ്ഞു. കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡ്, കൊട്ടാരക്കര ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസ്, ഇൻസ്പെക്ടർ ഓഫീസ് എന്നിവയുടെ ഉദ്ഘാടനവും കശുവണ്ടി തൊഴിലാളികളുടെ മക്കൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും കൊട്ടാരക്കരയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ സുസംഘടിതമായ കശുവണ്ടി മേഖല പ്രവർത്തിക്കുന്നത് കേരളത്തിലാണെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡ്, കൊട്ടാരക്കര ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസ്, ഇൻസ്പെക്ടർ ഓഫീസ് എന്നിവയുടെ ഉദ്ഘാടനവും കശുവണ്ടി തൊഴിലാളികളുടെ മക്കൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും കൊട്ടാരക്കര മിനി സിവിൽ സ്റ്റേഷനിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 57,275 കശുവണ്ടി തൊഴിലാളികൾക്ക് പ്രതിമാസം 2,000 രൂപ പെൻഷൻ നൽകുന്നു. കശുവണ്ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ മക്കളിൽ 453 പേർക്ക് സ്കോളർഷിപ്പ്, 14 പേർക്ക് വിവാഹ ധനസഹായം, ജോലിയിലിരിക്കെ അവശരായവർക്കും പൂട്ടിയ കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്കും എക്സ്ഗ്രേഷ്യ ഉൾപ്പെടെ കശുവണ്ടി മേഖലയിൽ വേണ്ട ഇടപെടൽ സർക്കാർ നടത്തിയെന്നും മന്ത്രി പറഞ്ഞു. വ്യവസായത്തിന്റെ പുനരുജ്ജീവന പാക്കേജ് 2 വർഷമായി നടപ്പാക്കുന്നു. ഭക്ഷ്യനിർമ്മാണ അനുബന്ധ മേഖലകളിൽ സ്ത്രീകൾക്ക് ജോലി ഉറപ്പാക്കാൻ ബജറ്റിൽ 10 കോടി രൂപ നീക്കിവെച്ചതായും മന്ത്രി വ്യക്തമാക്കി. നമ്മൾ ഉണ്ടാക്കുന്ന സ്വയാർജിതമായ പ്രതിസന്ധിയല്ല. കശുവണ്ടി വന്നുകൊണ്ടിരുന്നത് തോട്ടണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ആഫ്രിക്കയിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും ഒക്കെയാണ്. അവിടെ ഉള്ളവർ ഇതിൻ്റെ പ്രോസസ്സിങ് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെക്കാളും വില കുറച്ച് ഇവിടെ കൊണ്ട് തള്ളുകയാണ്. പുഴുങ്ങി കട്ട് ചെയ്യുന്ന സാധനം ഉൾപ്പെടില്ല. പുഴുങ്ങി കട്ട് ചെയ്യുന്ന കശുവണ്ടിക്ക് ഡ്രം റോസ്റ്റഡിൻ്റെ ടേസ്റ്റും ഇല്ല, ഗുണവും ഇല്ല. കറയൊക്കെ ഉണ്ട്. പക്ഷേ അതിനകത്ത് കുറച്ച് കുരുമുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് കയറ്റി അയക്കുമ്പോൾ ഷെൽഫിലിരിക്കുമ്പം ഇത് കുറച്ച് തിന്നുമ്പോൾ അറിയത്തില്ല. ഏതൊക്കെ കൊണ്ടുണ്ടായിട്ടുള്ള നമുക്ക് കുറച്ച് നമ്മുടെ വ്യവസായത്തിന് തന്നെ ഉള്ള വലിയ ഭീഷണിയുണ്ട്. പിന്നെ ഇറക്കുമതിയുടെ ചുങ്കത്തിൻ്റെ കാര്യത്തിലൊക്കെ വന്ന പ്രശ്നങ്ങളുണ്ട്. എങ്കിലും ഇന്ത്യയിൽ ഏറ്റവും സുസംഘടിതമായി ഈ കശുവണ്ടി മേഖല നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാകും. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്നുള്ള എക്സ്പോർട്ടിനും കേരളത്തിൽ നിന്നുള്ള കശുവണ്ടിക്കും പരിപ്പിനും വലിയ ഡിമാൻഡാണ്. ഈ മേഖലയെ നന്നായി സ്വകാര്യ വ്യവസായികളുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രതിനിധിയാണ് ശ്രീ ബാബുമ്മൻ. അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ്, അവരുടെ സഹോദരന്മാരുടെ അടങ്ങുന്ന ഗ്രൂപ്പ് തന്നെ നല്ലതുപോലെ ഈ കശുവണ്ടി വ്യവസായം നടത്തുന്നുണ്ട്. നമ്മുടെ കാപ്പക്സും കശുവണ്ടി കോർപ്പറേഷനും നന്നായി നടക്കുന്നു. ഈ പറഞ്ഞ ഇന്നലെയും അവർക്ക് പുതിയ കശുവണ്ടി എടുക്കുന്നതിന് കാർഷിക ബോർഡ് പണം ചോദിച്ച് വീണ്ടും വന്നിരുന്നു. കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ കെ. സുഭകൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ എൽമിനി, ബോർഡ് ഡയറക്ടർമാരായ അയത്തിൽ സോമൻ, കുന്നത്തൂർ ഗോവിന്ദപിള്ള, ജി. വേണുഗോപാൽ, ബാബു ഉമ്മൻ, ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എ. ബിന്ദു, കൊട്ടാരക്കര ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ. ജാലിസ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.